പ്രിയപ്പെട്ടവരെ, നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ 93ാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൂസ്ബെറി, സ്ട്രോബെറി, മൾബെറി, റാസ്ബെറി എന്നിങ്ങനെ വിവിധ ഇനം ബെറികളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ബ്ലഡ്ബെറി, കോറൽ ബെറി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സസ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? മലയാളത്തിൽ രക്തനെല്ലി എന്ന പേരിൽ അറിയപ്പെടുന്നതും അടിമുടി വിഷകാരിയുമായ ഒരു ഉദ്യാന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. റിവിന ഹ്യൂമിലിസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ബ്ലഡ്ബെറി പെറ്റിവേരിയസി സസ്യകുടുംബത്തിൽ ഉൾപ്പെട്ട മധ്യ അമേരിക്കൻ വംശജനാണ്. പല സ്ഥലങ്ങളിലും അധിനിവേശ സസ്യമായി കരുതപ്പെടുന്ന ഈ സസ്യത്തെ ചെടിത്തക്കാളി എന്നും വിളിക്കുന്നു. തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, കരീബിയ എന്നീ രാജ്യങ്ങളും ജന്മദേശമായ ഈ സസ്യം മുൻപ് പോക്കുവീഡ് ഉൾപ്പെടുന്ന സസ്യകുടുംബമായ ഫൈറ്റോലാക്കേസിയ കുടുംബത്തിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്. 1700 മീറ്റർ വരെ ഉയരമുള്ള കാടിനകത്തും പുറത്തും വഴിയോരങ്ങളിലുമെല്ലാം കണ്ടുവരുന്ന ഈ ചെടിയുടെ മറ്റ് പേരുകളാണ് ഡോഗ് ബ്ലഡ്, പീജിയൻ ബെറി, റോഗ് പ്ലാന്റ്, ബേബി പെപ്പേഴ്സ്, കോറലിറ്റോ എന്നിവ. 4 മുതൽ 2 മീറ്റർ വരെ ഉയരത്തിൽ നിവർന്നു വളരുന്ന വള്ളി പോലെയുള്ള ഹെർബായ ഈ സസ്യത്തിന് വളരെ കുറച്ച് സൂര്യപ്രകാശമേ ആവശ്യമുള്ളൂ. മുഴുവൻ തണലിലും ഉപ്പുരസമുള്ള മണ്ണിലും ബ്ലഡ്ബെറിക്ക് വളരാൻ സാധിക്കും. നിത്യഹരിതമായ ഇലകൾക്ക് 15 സെൻറ്റിമീറ്റർ വരെ നീളവും 9 സെൻറ്റിമീറ്റർ വീതിയും ഉണ്ടായിരിക്കും. ഇലഞ്ഞെട്ട് 1 മുതൽ 11 സെൻറ്റിമീറ്റർ നീളത്തിൽ കാണപ്പെടുന്നു. വെള്ളയും പിങ്കു നിറത്തിലുള്ള പൂക്കളും പച്ച ഇലകളും ഓറഞ്ച് ചുവപ്പ് പഴങ്ങളും ഒരുമിച്ച് തന്നെ കാണുന്ന ഈ ചെടി ഒരു നല്ല കാഴ്ചയാണ്. പക്ഷികളെ ആകർഷിക്കാൻ ഉദ്യാനങ്ങളിൽ വെച്ചുപിടിപ്പിക്കുന്നു. പഴങ്ങൾ തിളക്കമാർന്നതും നല്ല ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നതുമായ ബെറിയാണ്. പഴങ്ങൾക്ക് 2.5 മില്ലിമീറ്റർ മുതൽ 5 മില്ലിമീറ്റർ വരെ വ്യാസമുണ്ട്. കാലിഡോണിയയിൽ അധിനിവേശ സസ്യമായി കരുതപ്പെടുന്ന ബ്ലഡ്ബെറി ക്വീൻസ്ലാൻഡിൽ കളയായിട്ടാണ് കണക്കാക്കുന്നത്. ഓസ്ട്രേലിയ, കോക്കോസ് ദ്വീപുകൾ, നോർഫോക്ക് ദ്വീപുകൾ, ഫിജി, ടോങ്ക, ഫ്രഞ്ച് പോളിനേഷ്യ, ഹവായ്, ഇന്ത്യ, ഗാലപ്പാഗോസ് ദ്വീപുകൾ എന്നിവിടങ്ങളിൽ പ്രകൃതിദത്തമായി വളരുന്ന ഈ സസ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വിഷകരമാണ്, പ്രത്യേകിച്ച് ഇലകൾ. പക്ഷികൾ ഇവയുടെ പഴം തിന്നുമെങ്കിലും അവയ്ക്കും ഇത് വിഷം തന്നെ. മനുഷ്യന് മാത്രമല്ല, ആഹരിക്കപ്പെട്ടാൽ പൂച്ചകൾക്കും പട്ടികൾക്കും വിഷകരമാണ്. ബ്ലഡ്ബെറി കഴിക്കാനിടയായാൽ വിഷാംശത്തിൻ്റെ ഭാഗമായി ക്ഷീണം, ദാഹം, ഛർദി, വയറിളക്കം എന്നീ ലക്ഷണങ്ങൾ പ്രകടമാവുന്നു. പൂക്കളിൽ വെള്ളയോ പിങ്ക് നിറത്തിലോ ഉള്ള 4 ചെറിയ ഇതളുകൾ ഉണ്ടായിരിക്കും. വിത്തുകൾ വഴിയാണ് പുതിയ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അവ ചെറുതും 2.5 മുതൽ 3.5 മില്ലിമീറ്റർ വലിപ്പമുള്ളവയുമാണ്. സയനോഫ്രിസ് ഗുഡ്സോണി എന്ന ശലഭപ്പുഴുവിൻ്റെ ഭക്ഷണം ഈ സസ്യത്തിൻ്റെ ഇലകളാണ്. സസ്യത്തെ ചെടിച്ചട്ടിയിലും വളർത്താം. വിഷകാരിയാണെങ്കിലും ധാരാളം ഉപയോഗങ്ങളുള്ള സസ്യമാണ് ബ്ലഡ്ബെറി. റെഡ് ഇന്ത്യൻസ് വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ ഈ സസ്യത്തിൻ്റെ പഴങ്ങൾ ഉപയോഗിക്കുന്നു. മെക്സിക്കോയിൽ മുറിവിൻ്റെ ചികിത്സയ്ക്കായി
സസ്യത്തിൻ്റെ ഇലകൾ ഉപയോഗിക്കുന്നു. പല രോഗങ്ങൾക്കുമുള്ള ഔഷധമാണ് ഈ സസ്യം. ലോകത്തിലെ വിവിധ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഒരു അലങ്കാര സസ്യമായി ബ്ലഡ്ബെറി വളർത്തുന്നു. തണൽ ഇഷ്ടപ്പെടുന്ന സസ്യമായതിനാൽ ഗ്രൗണ്ട് കവർ പ്ലാന്റായും വളർത്തുന്നു. പഴത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ജ്യൂസ് ഒരേ സമയം ചായമായും മഷിയായും ഉപയോഗിക്കുന്നു. സസ്യത്തിൻ്റെ പഴങ്ങളിൽ റിവിയാനിൻ, റിവിനിയാനിൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു വർണ്ണവസ്തു അടങ്ങിയിട്ടുണ്ട്. ബീറ്റ്റൂട്ടിൽ കാണപ്പെടുന്ന ബീറ്റാനിൻ എന്ന വർണ്ണവസ്തുവിനോട് സമാനമായ ഈ ഘടകത്തിൻ്റെ തന്മാത്രാ പ്രതീകം C24, H26, N2O16S എന്നാണ്. കൂടാതെ പഴങ്ങളിൽ ബീറ്റാസാന്തിൻ എന്ന രാസഘടകവും അടങ്ങിയിട്ടുണ്ട്. പഴങ്ങളിൽ അടങ്ങിയിട്ടുള്ള ബീറ്റാലൈൻസ് എന്ന ഘടകം ഭക്ഷ്യവസ്തുക്കൾക്ക് നിറം കൊടുക്കുന്നതിനും വസ്ത്രങ്ങൾക്ക് ചായമായി ഉപയോഗിക്കാനും അനുയോജ്യമാണ് എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. പാരമ്പര്യ വൈദ്യത്തിൽ മുറിവുണക്കുന്നതിനും ത്വക്ക് രോഗങ്ങൾക്കും ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്കും മരുന്നായി സസ്യഭാഗങ്ങൾ ഉപയോഗിക്കുന്നു. ഇലയിൽ നിന്നും എടുക്കുന്ന എക്സ്ട്രാക്റ്റ് ഫൈറ്റോ കെമിക്കൽ വിശകലനത്തിന് വിധേയമാക്കിയപ്പോൾ സസ്യത്തിൽ കാർബോഹൈഡ്രേറ്റ്, ഫ്ലാവനോയിഡ്സ്, ആൽക്കലോയിഡ്സ്, ഗുയിനോൺസ്, ടെർപ്പനോയിഡ്സ്, കോമറിൻ, സ്റ്റിറോയിഡ്സ്, ടാനിൻ, സാപ്പോണിൻസ്, കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ് എന്നീ രാസഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ ക്യാൻസറിനെതിരെ പ്രവർത്തിക്കുന്ന സംയുക്തങ്ങളുടെയും നീരോക്സീകാരികൾ അഥവാ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയും ഒരു നല്ല കലവറ കൂടിയാണ് ഈ സസ്യം. ഇപ്രകാരം അഴകും ഔഷധ ഗുണവും ഒത്തിണങ്ങിയ ബ്ലഡ്ബെറിക്ക് നമ്മുടെ പൂന്തോട്ടത്തിലും ഒരു സ്ഥാനം നൽകും. കാട്ടുചെടിയാണ് വളരുന്നതെങ്കിലും വീട്ടുചെടിയാക്കി മാറ്റാം. വീഡിയോ ആസ്വദിക്കൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.